സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നു. കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മിനി കണ്ടെയ്നർ ലോറി പോസ്റ്റിൽ ഇടിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. തൃശൂർ പഴയന്നൂരിൽ സ്കൂട്ടർ പോസ്റ്റിൽ ഇടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ഭാര്യയും ഭർത്താവും 2 കുട്ടികളുമായി സഞ്ചരിച്ച സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പഴയന്നൂരിൽ ഇരുചക്ര വാഹനത്തിൽ വിദേശ മദ്യം കടത്താൻ ശ്രമിച്ച യുവാവ് എക്സൈസിന്റെ പിടിയിൽ. കുമ്പളക്കോട് സ്വദേശി ബാബുവാണ് പിടിയിലായത്. 9 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു. തൃശൂർ ചാലക്കുടി താലൂക്ക് ആശുപത്രി ഗവൺമെന്റ് ITI NSS യൂണിറ്റ് നവീകരിച്ചു. സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് ആശുപത്രി നവീകരിച്ചത്. തൃശൂർ ചാലക്കുടി JCIയുടെ നേതൃത്വത്തിൽ സാന്റാ മോണിക്ക സ്പോൺസർ ചെയ്യുന്ന ന്യൂ ഇയർ കാർണിവൽ സംഘടിപ്പിക്കും. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ 8 ലക്ഷം രൂപ ചെലവഴിച്ചായിരിക്കും കാർണിവൽ. സംസ്ഥാന സ്കൂൾ ചോദ്യക്കടലാസ് DG ലോക്കറിലേക്ക് മാറ്റുന്നത് മൂലം പ്രിന്റിംഗ് ചാർജ് ഉൾപ്പെടെ വിദ്യാലയങ്ങൾക്ക് അധിക ബാധ്യതയുണ്ടാകുമെന്ന് KSTU. സംസ്ഥാനത്തെ ചോദ്യപേപ്പർ കടലാസ് ചോർച്ചയിൽ കർശന നടപടിയെടുക്കണമെന്നും KSTU തിരൂർ വിദ്യാഭ്യാസ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കോട്ടയം വടയാർ ഉണ്ണിമിശിഹ പള്ളിയിൽ തിരുനാളിന് തുടക്കമായി. തിരുക്കർമ്മങ്ങൾക്ക് മൂവാറ്റുപുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ എബ്രഹാം മാർ ജൂലിയസ് നേതൃത്വം നൽകി. തൃശൂർ കോട്ടപ്പുറം രൂപതാ കത്തോലിക്ക സഭയിൽ ജൂബിലി വർഷത്തിന് തുടക്കമായി. കോട്ടപ്പുറം സെന്റ് തോമസ് കപ്പേളയിൽ നിന്ന് കോട്ടപ്പുറം കത്തീഡ്രലിലേക്ക് നടന്ന വിളംബര ജാഥയ്ക്ക് രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ നേതൃത്വം നൽകി. കൊല്ലം ഓച്ചിറയിൽ മാതാ അമൃതാനന്ദമയി മഠം യുവജന സംഘടന ആയുധിന്റെ നേതൃത്വത്തിൽ ജനകീയ ബോധവൽക്കരണ പ്രചാരണം നടത്തി. ഗ്ലോബൽ മീറ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി മതസൗഹാർദ്ദം, മയക്കുമരുന്ന് ഉപയോഗം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു.